നമസ്കാരം. സക്സസ് മന്ത്രയുടെ ഈ പോസിറ്റീവ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമായി മുന്നോട്ടു പോകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നിമിഷം നിങ്ങളുടെ ഊർജവും ചിന്തകളും മനസ്സിനെ ഏകാഗ്രമാക്കി ഈ സന്ദേശത്തിലേക്ക് ശ്രദ്ധിക്കും. എന്താണ് മെയ് മാസം എനിക്ക് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന ചോദ്യം നിങ്ങളിപ്പോൾ മനസ്സിൽ പിടിച്ചിട്ടുണ്ടാകാം. ഈ സന്ദേശം മെയ് മാസത്തിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ഊർജത്തെയും മാറ്റങ്ങളെയും അവസരങ്ങളെയും കുറിച്ചുള്ളതാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതൊരു പ്രവചനമല്ല, മറിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു വഴികാട്ടിയാണ്. മെയ് മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസ് ആൻഡ് റീസെറ്റ് ഘട്ടം പോലെയായിരിക്കും. പുറമെ വലിയ മാറ്റങ്ങൾ ഉടനെ കണ്ടെന്ന് വരില്ല, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പരിവർത്തനം നടക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു കവലയിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. പഴയ വഴിയിലേക്ക് തന്നെ മടങ്ങണോ, അതോ പുതിയൊരു വഴിയിലേക്ക് ധൈര്യത്തോടെ ചുവടുവെക്കണോ എന്ന കൺഫ്യൂഷനും അനിശ്ചിതത്വവുമാണ് ഈ മാസത്തിന്റെ തുടക്കത്തിലെ ഊർജം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നിങ്ങൾ മാനസികമായി നല്ലതുപോലെ തളർന്നിട്ടുണ്ടാകാം. അമിത ചിന്തകളും ഞാൻ ശരിയായ വഴിയിലാണോ എന്ന ചോദ്യവും നിങ്ങളെ വീണ്ടും വീണ്ടും അലട്ടുന്നുണ്ടാകാം. അത് റിലേഷൻഷിപ്പിലോ കരിയറിലോ അല്ലെങ്കിൽ സ്വയം സംശയത്തിലോ ആയിരിക്കാം. പുറമെ നിങ്ങൾ എത്ര ശക്തനായി കാണിച്ചാലും ഉള്ളിൽ നിങ്ങളൊരു കൃത്യമായ വ്യക്തത തേടുകയാണ്. മെയ് പകുതിയോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങും. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിയും. ഇനി ഇത് ഞാൻ സഹിക്കില്ല, അല്ലെങ്കിൽ ഇതാണ് ഞാൻ ശരിക്കും ചെയ്യേണ്ടത് എന്ന ബോധ്യം നിങ്ങളിലുണ്ടാകും. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ അടുത്ത നീക്കം നിശ്ചയിക്കും. കംഫർട്ട് സോണിന് പുറത്തേക്ക് നിങ്ങളൊരു പ്രധാന തീരുമാനമെടുക്കാൻ പോകുന്നു. ഇത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു ചുവടുവെപ്പാണ്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിലെ ഊർജം സാവധാനത്തിലുള്ളതാണ്. പെട്ടെന്ന് വലിയ ധനം നിങ്ങളെ തേടി വന്നെന്ന് വരില്ല, പക്ഷേ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന്റെയും കാണിച്ച സ്ഥിരതയുടെയും ഫലം സാവധാനം കണ്ടു തുടങ്ങും. ഒരു പക്ഷെ ചെറിയൊരു അവസരം നിങ്ങളെ തേടി വരാം. ആദ്യം അത് നിസ്സാരമായി തോന്നുമെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. ഈ മാസം ക്ഷമ കൈവിടരുത് എന്നതാണ് ഏറ്റവും വലിയ ഉപദേശം. പെട്ടെന്നുള്ള റിസൾട്ട് പ്രതീക്ഷിച്ചാൽ നിരാശ ഉണ്ടായേക്കാം, പക്ഷേ സ്ഥിരതയോടെ മുന്നോട്ട് പോയാൽ വിജയം ഉറപ്പാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ മാസം ചില സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സാവധാനം അകന്നു പോകും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അവരിൽ നിന്ന് അകലം പാലിക്കും. തുടക്കത്തിൽ ഇതൊരു വേദനയായി തോന്നാമെങ്കിലും ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഊർജങ്ങളെ പ്രപഞ്ചം നീക്കം ചെയ്യുകയാണ്. നിങ്ങളുടെ യഥാർത്ഥ ഗുണകാംക്ഷികൾ ആരാണെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തമാകും. ഈ മാസത്തിൽ ചില വൈകാരിക വെല്ലുവിളികൾ ഉണ്ടായേക്കാം. ഒരു ദിവസം വലിയ മോട്ടിവേഷൻ തോന്നുമ്പോൾ അടുത്ത ദിവസം പൂർണ്ണമായും ലോ ആയി പോയേക്കാം. ഇടയ്ക്ക് ഒറ്റയ്ക്കിരിക്കാനും സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റും മാറി നിൽക്കാനും നിങ്ങൾക്ക് തോന്നും. ഇത് ഡിപ്രഷൻ അല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സ് റീസെറ്റ് ആകുന്ന പ്രക്രിയയാണ്. ഈ മാസം നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം ലെറ്റ് ഗോ, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നതാണ്. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ബലം പിടിച്ചു നിർത്തുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. അത് വിട്ടുവിടുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സ്വാതന്ത്ര്യം അനുഭവപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹം എന്താണെന്നറിയാമോ? നിങ്ങളൊരു പുതിയ വേർഷനായി മാറാൻ പോകുന്നു എന്നതാണത്. പഴയ നിങ്ങളെക്കാൾ കൂടുതൽ വ്യക്തതയുള്ള, പക്വതയുള്ള, ശക്തനായ ഒരാളായി നിങ്ങൾ മാറും. മെയ് 10-20 ലഭിക്കുന്നൊരു സന്ദേശമോ ഫോൺ കോളോ നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ സഹായിച്ചേക്കാം. അത് അവഗണിക്കരുത്. മെയ് അവസാനം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചറിയും, ഇതൊരു കഠിനമായ മാസമായിരുന്നു, പക്ഷെ ഞാൻ കൂടുതൽ ശക്തനായിരിക്കുന്നു എന്ന്. ഈ മാസം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അമിത ചിന്ത കുറയ്ക്കുക. ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നെഗറ്റീവായ ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ മനസാക്ഷിയുടെ ശബ്ദം ഒരിക്കലും അവഗണിക്കരുത്. ഈ മാസം നിങ്ങളെ പരീക്ഷിച്ചേക്കാം, പക്ഷെ അത് നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ പടുത്തുയർത്താനാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ സുവർണ അധ്യായം ഇവിടെ തുടങ്ങുകയാണ്.
പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ അത്ഭുതങ്ങളെയും പുതിയ അവസരങ്ങളെയും സ്വീകരിക്കാൻ നിങ്ങൾ പൂർണ്ണമായും തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ ഐ ക്ലെയിം ദിസ് ബ്ലെസ്സിംഗ് അല്ലെങ്കിൽ ഞാൻ തയ്യാറാണ് പൂർണ്ണ വിശ്വാസത്തോടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഈ വാക്കുകൾ പ്രപഞ്ചത്തിലേക്കുള്ള ശക്തമായൊരു സന്ദേശമാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് എനർജിക്കായി സക്സസ് മന്ത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വലിയൊരു മാറ്റത്തിനായി കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് നൽകുക. എല്ലാവർക്കും ഐശ്വര്യവും വിജയവും സമാധാനവും നിറഞ്ഞൊരു മെയ് മാസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.